വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ മെസ്സി വരും എന്നുള്ളത് കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം GCDയുടെ നിയന്ത്രണത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു പുല്ല് മുളക്കണമെങ്കിൽ പോലും GCD അറിഞ്ഞേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നടപടിയാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ GCDക്ക് ഒരു റൂളുമില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയും. കാരണം എൻ്റെ വക സ്ഥലത്ത് ആരെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മോണിറ്ററിങ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമല്ലോ. ഇപ്പോൾ GCDയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു മോണിറ്ററിങ്ങും ഇല്ല. ഞാനും ഉമാ തോമസ് GCD ജനറൽ കൗൺസിൽ അംഗങ്ങളാണ്. ഇന്നേ വരെ GCD ജനറൽ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തുക. എന്താണ് ഇവിടെ നടത്താൻ പോകുന്നത്, എന്തൊക്കെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് എന്നത്. സ്പോൺസർഷിപ്പിൽ 70 കോടി രൂപയുടെ വർക്ക് നടക്കാൻ പോകുന്നു എന്നുള്ള പത്രവാർത്തകൾ അറിയുന്നതല്ലാതെ ഇതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു നീക്കവും. അപ്പോൾ ഇതെല്ലാം സുതാര്യമായിരിക്കണം. കാരണം ഒരു പൊതു സ്ഥാപനത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സ്പോൺസർഷിപ്പ് ആയാലും ഓൺ ഫണ്ടായാലും മറ്റേത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായാലും ജനങ്ങളെ സംബന്ധിച്ച് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാധ്യത GCDക്കും ഗവൺമെൻറ്റിനും ഉണ്ട്. മന്ത്രി ഇവിടെ വരുന്നു, പോകുന്നു, മന്ത്രി റീലിടുന്നു, പത്രസമ്മേളനം നടത്തുന്നതിൽ കവിഞ്ഞ് ജനപ്രതിനിധികൾക്കോ ഈ നാട്ടിലെ ജനങ്ങൾക്കോ ഇവിടെ നടക്കാൻ പോകുന്ന വികസനത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നടക്കാൻ വരുന്ന ആളാണ്. അപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും എന്താണ് ഇവിടെ നടക്കുന്നത്. കുറേ കാണുമ്പോൾ മരത്തിന് കൊമ്പ് വെട്ടുന്നു, മരത്തിന് ചുവട്ടിലുള്ള ഫൗണ്ടേഷൻ ഇളക്കി കളയുന്നു, മതിൽ കെട്ടുന്നു, മതിൽ ഇളക്കുന്നു, അങ്ങനെ വിവിധങ്ങളായ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നോംസിന് അനുസൃതമായിട്ടുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടതെന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ഇതൊന്നുമില്ലാതെ ഒരു സ്പോൺസർ വരുന്നു, അയാൾ 70 കോടി രൂപ മുടക്കുമെന്ന് പറയുന്നു. ആ 70 കോടി രൂപ മുടക്കി അയാൾ എന്തും ചെയ്യട്ടെ എന്നുള്ള നിലപാടിലേക്ക് പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് ജനപ്രതിനിധികളെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാകണം, ട്രാൻസ്പെറൻസി ഉണ്ടാകണം, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇവിടെ എന്ത് കാര്യങ്ങൾ വികസന പ്രവർത്തനം നടത്തുന്നതിന് ഞങ്ങളെതിരല്ല. എന്ത് വികസന പ്രവർത്തനം നടത്താലും ഞങ്ങൾ അതിനോട് യോജിക്കാൻ തയ്യാറാണ്. പക്ഷേ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ GCDയെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ യഥാർത്ഥത്തിൽ അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് ജനപ്രതിനിധികളെ